ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലാണ് ക്ലാസ് നടത്തിയത്. ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലാണ് നിയമ അവബോധ ക്ലാസും ലഹരി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കൊല്ലം സബ് ജഡ്ജ് സീനിയർ ഡിവിഷൻ രേഖ ലോറൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും നീതി ലഭ്യമാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ നിയമസഹായം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 5 താലൂക്കുകളിലും കൊല്ലത്ത് ജില്ലാ നിയമസേവന അതോറിറ്റിക്കും 25ഓളം, ഓരോ താലൂക്കിലും 25ഓളം പാനൽ ലോയേഴ്സ് ഉണ്ട്. ഈ പാനൽ ലോയേഴ്സ് കോടതിയെ സമീപിക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം നീതി ലഭ്യമാകാത്ത ആളുകൾക്കും സ്ത്രീകൾക്ക് പൂർണ്ണമായും ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ്, മറ്റുള്ളവർക്ക് സാമ്പത്തിക ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അത് നോക്കി ലീഗൽ എയ്ഡ് നിയമസഹായം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് തീർത്തും സൗജന്യമായി നിയമസഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആദ്യത്തെ ലക്ഷ്യം എല്ലാവർക്കും നീതി ലഭ്യമാക്കുക എന്നതാണ്. അതിനുവേണ്ടി ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിലും ഒരു കോടതിയുടെ സാഹചര്യങ്ങളോ ചിട്ടവട്ടങ്ങളോ ഒന്നുമല്ല ലീഗൽ സർവീസസ് അതോറിറ്റിക്ക്. ആളുകളെ ബോധവൽക്കരണം നൽകുക. എന്തിനു വേണ്ടിയാ ബോധവൽക്കരണം കൊടുക്കുന്നേ? നിങ്ങൾ എന്തിനാ സ്കൂളിൽ വരുന്നേ? പഠിക്കാൻ. എന്തിനാ പഠിക്കുന്നേ? ജോലി കിട്ടിയാൽ മാത്രം മതിയോ? അപ്പോൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കരയാൻ തുടങ്ങുമോ? എങ്ങനെയാ? പ്രശ്നം പരിഹരിക്കണം അല്ലേ? ജോലി സ്ഥലത്ത് മാത്രമല്ല, ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കൈത്താങ് ആവശ്യമാണ്. അവിടെ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഓരോ സാഹചര്യങ്ങളിലും, അതായത് നമ്മൾ സമൂഹത്തിൻ്റെ ഓരോ സ്ട്രാറ്റയിലും ഉള്ള ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട ബോധവൽക്കരണം നൽകുന്നതും ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രോഗ്രാമാണ്. TLSC കരുനാഗപ്പള്ളി പാനൽ അഡ്വക്കേറ്റ് ശ്രീജ വിമലിന്റെ നേതൃത്വത്തിലാണ് നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ H. ഷിഹാസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുട്ടികളെല്ലാ സ്കൂളുകളിലും ഉണ്ട്. കുട്ടികളെല്ലാം തുല്യരാണ്. കുട്ടികളുടെ അവകാശങ്ങളും തുല്യമാണ്. അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റ് സ്കൂളുകളിലും അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളിലും ഒക്കെ ഇത് അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുത്തതിന് കൂടുതൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക്. മാഡം ഇങ്ങോട്ട് കടന്നു വരുന്ന വഴി ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ വന്നപ്പോൾ തന്നെ അപ്പോഴും പറഞ്ഞത് കുട്ടികളുടെയും പാരൻസിന്റെയും ഓരോ പൗരന്റെ അവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യവും നല്ല റോഡുകളും. അതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും അല്ലെ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാനും തയ്യാറായി. തീർച്ചയായിട്ടും അതോടൊപ്പം ഞങ്ങളും അത്രയും പറയുമ്പം തന്നെ ഒരു നിയമത്തിൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും, അല്ലെ ഇന്നടുത്ത് പോയാൽ ലഭിക്കും എന്ന് പറയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ വിജയിണ്ടാവുന്നത്. അതറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ അപ്രോച്ച് ചെയ്യാൻ ഇന്ന സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു തരാനുള്ള ആളുള്ളപ്പം നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് മുകളിലേക്ക് എടുക്കുകയാണ്. ഞങ്ങളതിനെ കുറച്ചുകൂടെ മാഡത്തിന്റെ കയ്യിൽ നിന്നുള്ള വാക്കുകളുണ്ടായപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്വകാര്യമായാലും സർക്കാരിൻ്റെ ആയാലും ഒരുക്കിത്തരേണ്ട ഉത്തരവാദിത്വം അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അവരെ കുറച്ചുകൂടെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നമ്മൾക്ക് ശ്രമിക്കണം. അതൊക്കെ തന്നെയാണ് നിയമം നടപ്പിലാക്കുന്നോ, നിയമം എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ, എല്ലാവർക്കും അവകാശം തുല്യമായിട്ട് ലഭിക്കുന്നോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ലീഗൽ സർവീസ് അതോറിറ്റിക്കൊക്കെ ഉണ്ട്. സ്കൂൾ മാനേജർ സാബു S. അമ്പര, വൈസ് ചെയർമാൻ K. ഹരികുമാർ, PTA പ്രസിഡന്റ് ഹരികൃഷ്ണൻ ഉണ്ണിത്താൻ R, അക്കാദമിക് ഡയറക്ടർ N. ബാബു, സ്കൂൾ പ്രിൻസിപ്പൽ രാഹുൽ S. എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.